എല്ലാവർക്കും ശിങ്കന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ള ചെമ്മീനും മുരിങ്ങക്കായും വെച്ചുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാങ്ങയ്ക്ക് പകരം കൊടംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ദേ അതിനായിട്ട് ഞാനിവിടെ ചെമ്മീനും മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ നമ്മളിതേ ഈ ഒരു സൈസിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കൊടംപുളി നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് നാളികേരമാണ് കേട്ടോ ചെരുകിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതേ നമ്മളുടെ അരപ്പ് ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അത് വേകാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ഈ ചെമ്മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങക്കായ എല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുരിങ്ങ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കുടംപുളിയുടെ വെള്ളം കുടംപുളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 3 പച്ചമുളക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് നടുവൊന്ന് കീറിയിട്ട് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ അതിൽ കിടന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ അരപ്പിലേക്ക് ഞാനിതേ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ഉള്ളിലത്തുള്ള മിക്സിയുടെ ജാറിലുള്ള ബാക്കിയുള്ള അരപ്പ് അതിലേക്ക് ആവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി വീണ്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ല കുറുകിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 5-6 ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 വറ്റൽമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി. ഇനി ഈ കറിയിലേക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മുരിങ്ങക്ക കറി റെഡി ആയിട്ട്. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലുണ്ടാക്കി തരുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.